വളരെ ഗൗരവമായി കാണേണ്ടതും വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുമായിട്ടൊരു കാര്യമാണ്. നമ്മുടെ കുടുംബജീവിതം ഒരു പവിത്രത നിറഞ്ഞതാണോ? തിരുക്കുടുംബത്തെ പോലെയൊക്കെ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുന്നു, പക്ഷേ പാതി വഴിയാകുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഒക്കെ ഒരു നട്ടല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞു പോണ ഒരവസ്ഥ നമുക്കുണ്ടാകുന്നു. വചനം പറയുന്നു, ആദിമ കുടുംബത്തിൽ കർത്താവ് സഹയാത്രികനായി സായാഹ്ന സഞ്ചാരിയായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തിയിൽ വായിച്ചിട്ടില്ലേ, ആദ്യം അമ്മയും തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ ദൈവവും അവരുടെ കൂടെ ഉലാത്തിയിരുന്നു. തുടർന്ന് വിശുദ്ധ യൗസേപ്പിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കൂടെ കർത്താവിൻ്റെ സായാഹ്ന സഞ്ചാരം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൂടെയായിരുന്നു അവർ യാത്ര ചെയ്തത്. അന്ന് കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയി. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുമ്പോൾ ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും സഹയാത്രികനായി കർത്താവ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇന്നും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു സഹചാരിയായി അല്ലെങ്കിൽ കൂടപ്പിറപ്പ് എന്ന പോലെ, അല്ലെങ്കിൽ ഇതാണ് വഴി ഇതിലേ വരിക എന്ന് ഒരു പിന്നിൽ നിന്നൊരു ശബ്ദം പോലെ കർത്താവിൻ്റെ ഒരു സഹായം നമ്മുടെ കൂടെയുണ്ടോ? പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല എന്നതാണ് വലിയൊരു സത്യം.